ഹായ്. ഇന്ന് ഞാനേ ജെൻസി കുട്ടികളെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും അവരെക്കുറിച്ച് എന്താ ചിന്തിച്ച് വെച്ചിട്ടുള്ളത്? ഈ മൊബൈലിന് ഭയങ്കര യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാർ, ഹാർഡ് വർക്ക് ചെയ്യാത്തവർ, ഇമോഷൻ ഒന്നും ഇവർക്ക് ഇല്ലാത്തവർ, അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മളിവരെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലേ? ഞാനും പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ രണ്ട് ജെൻസികളുള്ള വീട്ടിലല്ലേ താമസിക്കുന്നത്. അപ്പം ഇവർക്ക് കോമൺ ആയിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ ഇവർ ഫോണിൻ്റെ അഡിക്റ്റോ അല്ലെങ്കിൽ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നോ ഒന്നുമല്ല. ഇവർ ജനിച്ചു വന്നപ്പോൾ തൊട്ട് ഇവർ കാണുന്നതാണ് ഈ സ്മാർട്ട് ഫോണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഒക്കെ. അപ്പോൾ അത് കാരണം പിന്നെ പോകെ പോകെ ഇതൊക്കെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി. അവർ പഠിക്കുന്ന കാര്യങ്ങൾ അതിനകത്താണ്. അവർക്ക് ഏത് ഡൗട്ട്സ് വന്നാലും ചോദിക്കാനൊക്കെ കൊണ്ട് പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ടാണ് അവർ അതിന് ഉത്തരം കണ്ടുപിടിക്കുന്നത്. അതുപോലെ ജോലി കാര്യങ്ങളാണെങ്കിലും മൊബൈലില്ലാതെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇല്ലാതെ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടൊക്കെയാണ് മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഒരു ഭാഗമായിട്ട് അവർ തീർന്നത്. അത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ചില ആളുകളൊക്കെ പറയും ഹാർഡ് വർക്ക് ചെയ്യത്തില്ലെന്ന്. അവർ പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാറില്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യും. അങ്ങനെയുള്ള കൂട്ടരാണ് ഈ ജെൻസി. പിന്നീട് എന്താ പറയുക, ഇവർ പഠിക്കാൻ ഭയങ്കര മിടുക്കരാണ്. നമ്മളിവരെ ഫോഴ്സ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും കുട്ടികളുടെ പുറകെ പോകണമായിരുന്നല്ലോ, പഠിക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴത്തെ ഈ ജനറേഷന് അതിൻ്റെ ആവശ്യമില്ല. അവർക്കറിയാം എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതൊക്കെ അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ടീം വർക്ക് ചെയ്യാൻ ഇവർ നല്ല മിടുക്കരാണ്. സ്മാർട്ടായിട്ട് ടീം വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്. നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്താൽ ഇവരും നല്ല രീതിയിൽ റെസ്പെക്റ്റോടുകൂടി നമുക്ക് മറുപടി തരും. പിന്നെ എന്തുവാ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും. വൈ, എന്തുകൊണ്ട്. അതിന് അവർ അഹങ്കാരികളോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല അവർ ചോദിക്കുന്നത്. അവർക്ക് ഉത്തരം കിട്ടണം. ആ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. പിന്നീട് ഇവർ ഭയങ്കര ധൈര്യശാലികളാണ്. അവർക്ക് ജസ്റ്റിസ് വേണം, ഇല്ലെങ്കിൽ അവർ ലോജിക്കില്ലാത്ത ഒരു കാര്യത്തിനകത്തും അവർ വന്ന് തലവെക്കാറില്ല. അങ്ങനെ പല കാര്യങ്ങൾ ഇവരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ഇവരിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അതിൻ്റെയൊക്കെ ഒരു തെളിവാണല്ലോ ഇപ്പം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് അല്ലേ? ഈ നീറ്റിൻ്റെ എന്താ പറയുക, പേപ്പർ ലീക്ക് ആയതിനെക്കുറിച്ച് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്ക്. നമ്മുടെ കുട്ടികൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തെ ഞാൻ അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രൻസ്, JEE ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ KSET ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, ഏത് എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുവാണേ, നമ്മൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പം സെൻറ്റർ ഏതാണെന്ന് വരും. അപ്പം സെൻറ്റർ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ അവർ നമ്മൾക്ക് ടൈം പറഞ്ഞിട്ടുണ്ടോ, 2 മണിക്കൂർ മുന്നേ നമ്മൾ ആ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. കാരണം സമയം കഴിഞ്ഞ് അവിടെ ചെന്നാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഗേറ്റ് ക്ലോസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് എത്ര റിക്വസ്റ്റ് ചെയ്താലും എത്ര കരഞ്ഞാലും അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ താമസിക്കുന്ന സിറ്റി ഏതാണെന്ന് മനസ്സിലാക്കി, ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്കവിടെ ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കി അതിന് മുന്നേ നമ്മൾ അവിടെ എത്തിച്ചേരുക. അതാണ് ഞാൻ പറയുന്ന ഫസ്റ്റ് പോയിന്റ്. അത് എല്ലാ പേരൻസും അത് സീരിയസ് ആയിട്ട് കണക്കാക്കി അത് ചെയ്യണം. കാരണം ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടതല്ലേ, എത്രയോ കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. ഞാനും സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എൻട്രൻസ് എഴുതാൻ പോയി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം ഗേറ്റെല്ലാം ക്ലോസ് ആക്കി. ലാസ്റ്റ് ടൈമിൽ ഒരു കുട്ടി വന്നു, കുറേ കരഞ്ഞു, കുറേ ബഹളം ഉണ്ടാക്കി. അതൊക്കെ ഒരു വല്ലാത്ത ഒരു എന്നാ പറയുന്ന ഒരു സീനാണ്. നമ്മളവിടെ എല്ലാ പേരൻസും അവിടെ വെയിറ്റ് ചെയ്യുക, നമ്മുടെ കുട്ടികളൊക്കെ അകത്ത് എക്സാം എഴുതാൻ പോയിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്കൊരു റൂൾസ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ പ്ലീസ് എന്ന് കരയുകയും എടുക്കുകയും ചെയ്യുമല്ലാതെ അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പേരൻസാണ് അത് മനസ്സിലാക്കി 2 മണിക്കൂർ മുന്നേ കുട്ടികളെ അവിടെ എത്തിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചില സെൻറ്ററുകളൊക്കെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പം വെള്ളം പോലും കിട്ടാത്ത ഏരിയ ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഫുഡും വെള്ളവും ഒക്കെ കരുതിക്കൊണ്ട് പോവുക. കാരണം നമ്മളവിടെ ചെന്ന 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അവിടുന്ന് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം നമ്മളവിടെ സർവൈവ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് ടൈം എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളവും
കഴിക്കാനുള്ള ആഹാരവും കൂടെ കൊണ്ടുവന്ന് സമാധാനത്തോട് പിള്ളേരെ കൊണ്ടുപോവുക. ഈ റഷ് ചെയ്യാൻ പാടില്ല. ഈ എന്താ പറയുക, സെൻറ്ററിൽ ഓടിപ്പോയി പെട്ടെന്ന് എക്സാം സെൻറ്ററിലോട്ട് കയറുന്ന ഒരു അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പെട്ടെന്ന് ഹറി ബറി ആയിട്ടൊക്കെ വന്നു കഴിയുമ്പം ഇവർക്ക് പീസ്ഫുള്ളായിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ മാതാപിതാക്കൾ അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം നമ്മുടെ കുട്ടികൾ നമ്മുടെ ഈ നീറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പോരാടുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു പേരൻ്റാണ്, എനിക്കിത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഈ എൻട്രൻസ് എഴുതി അതിനകത്തൊരു റാങ്കിലൊരു പേര് വന്ന് അല്ലെ ലിസ്റ്റ് വന്ന് അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു കോളേജിലോട്ട് പഠിക്കാനാണ് ഏത് കുട്ടികളും അവരുടെ മാതാപിതാക്കൾക്ക് ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ഈ 2 വർഷം എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത്. ഉറക്കമില്ലാത്ത രാത്രി, പിന്നെ അവർക്ക് എന്താ പറയുക, കോളേജിൽ നോർമൽ കോളേജുണ്ട്, അതിൻ്റെ കൂടെ ഈ പിന്നെ എന്താ പറയുക കോച്ചിങ് സെൻറ്ററിൽ പോകണം. ഒരു 95% സ്റ്റുഡൻസും കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടാണ് പഠിക്കുന്നത്. അതിന് വലിയൊരു തുക ചിലവാകും. അതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നൊന്നും അല്ല വരുന്നത്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും മറ്റുള്ള വീടുകളിൽ പോയിട്ട് പോലും ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ കുട്ടികളാണ് ഈ എക്സാം ഒക്കെ എഴുതാൻ വരുന്നത്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ കണ്ടെത്തുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഈ പേപ്പറൊക്കെ ലീക്കായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ എന്താണെന്ന് അവർ ചിന്തിച്ചു പോകും അല്ലേ. അങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഈ സൂയിസൈഡ് ഒക്കെ ചെയ്തത്. അവർക്ക് പിന്നെ അവർ ചിന്തിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലോ, അല്ലേ എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്ക് പറയാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റുഡൻസും ഈ ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വരുന്നവരാണ്. അവരുടെ ഒരു ചിന്തയെന്ന് പറയുന്നത് ഇതിനകത്തൊരു റാങ്ക് എടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള കോളേജിൽ പോവുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിനാണ് നമ്മൾ മാതാപിതാക്കളും അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതിൽ എത്തിപ്പെടുന്നത്. ലാസ്റ്റിൽ ഇത് ഇങ്ങനെയൊക്കെ ആവുക, റീ എക്സാം വരിക എന്നൊക്കെ പറയുന്നതുകൊണ്ട് വളരെ കഷ്ടമാണ്. എനിക്കറിയാവുന്ന എത്രയോ കുട്ടികൾ ഈ വർഷം നീറ്റ് എഴുതിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം എഴുതി കിട്ടാഞ്ഞിട്ട് ഈ വർഷവും എഴുതിയ കുട്ടിയുണ്ട്. കാരണം അവർക്കൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് MBBS ചേരണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമാണ്. അതിനല്ലേ അവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്. വളരെ ഹ്യൂജ് ഫീസൊന്നും കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത കുട്ടികളാണ് ഇതിനു വേണ്ടി ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പം എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ സ്റ്റുഡൻസിനും ഇത് വളരെ വിഷമകരമായ കാര്യം തന്നെയാണ്. അവിടുത്തെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികളെയും ഓർത്ത് ഞാൻ ഈ സമയത്ത് എന്താ പറയുക, അവരെ ഞാൻ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ നമ്മുടെ വീട്ടിലെ ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് ഈ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, കുറേ പേരൻസ് പല സ്ഥലത്തു നിന്ന് ഒരു ജാതി മതം ഒന്നുമില്ലാതെ അവിടെ വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വിഷ് ചെയ്യുന്നത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഈ അധികാരികൾ അതൊക്കെ കണ്ടറിഞ്ഞ് കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ.